നമസ്കാരം. ഇന്നത്തെ എൻ്റെ വീഡിയോയ്ക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന വിഷയം ഭൂമി തത്വമാണ്. ഭൂമി തത്വത്തെക്കുറിച്ച് വിശദീകരിച്ച് പഠിക്കേണ്ടതുണ്ട്. തന്ത്രശാസ്ത്രപ്രകാരം ഭൂമി തത്വത്തിലാണ്, അതായത് നമ്മുടെ മൂലാധാരം ഭൂമി തത്വവും ജലതത്വവും ഉൾക്കൊള്ളുന്നതാണ്. അപ്പോൾ ഭൂമി തത്വത്തിലാണ് എല്ലാ ദേവതകളും പ്രകാശിച്ചു നിൽക്കുന്നത്. തന്ത്രശാസ്ത്രപ്രകാരം ശിവൻ, ഭദ്രകാളി, വിഘ്നേശ്വരൻ, അതുപോലെ ലക്ഷ്മി, പാർവതി എന്നുവേണ്ട എല്ലാ ദേവതകളുടെയും ഉറവിടം എന്ന് പറയുന്നത് മൂലാധാരം ആണ്. മൂലാധാരത്തിലാണ് അവർ ഇരിക്കുന്നത്. കാരണം അവിടെ അവർ ക്ഷിപ്രകോപികളും ക്ഷിപ്രപ്രസാദികളുമാണ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മൂലാധാരത്തിലിരിക്കുന്ന, അതായത് ഭൂമി തത്വത്തിലിരിക്കുന്ന ദേവതകൾ അതേ സ്ഥാനത്ത് തന്നെ ഇരുന്ന് പ്രകാശിക്കുമ്പോൾ അവർ നെഗറ്റീവ് എനർജിയായി, നെഗറ്റീവ് ശക്തികളായിട്ടാണ് നമ്മളിൽ ഉണർന്നു നിൽക്കുന്നത്. അതേ ദേവതകളെ തന്നെ അവിടെ നിന്ന് നമ്മൾ ഉണർത്തി നമ്മളുടെ അഗ്നിമണ്ഡലം ഭേദിച്ച് മുകളിലേക്ക് ഉയരുമ്പോൾ അത് ജ്ഞാനമായിട്ടും നമ്മളുടെ അറിവായിട്ടും ബോധമായിട്ടും ഉണർന്ന് പ്രവർത്തിക്കാനുള്ള ഒരു ചോദനയായിട്ട് മാറുന്നതോടുകൂടി അമിതമായ ഉത്സാഹവും ഉണർവും സന്തോഷവും എല്ലാം അനുഭവിക്കുന്നതിന് കാരണമാകുന്നു. അപ്പോൾ ഭൂമി തത്വത്തെക്കുറിച്ച് വിശദമായിട്ട് അറിഞ്ഞിട്ട് വേണം നമ്മളുടെ പ്രാക്ടിക്കൽ സെക്ഷനുകളൊക്കെ ആരംഭിക്കുന്നതിന്. അപ്പോൾ അത് ഞാൻ ഭൂമി തത്വം എങ്ങനെയാണെന്നൊന്ന് ഞാൻ വായിക്കാം. പഞ്ചഭൂതങ്ങളിൽ ഭൂമി തത്വം ശരീരത്തിൽ ഏറ്റവും കട്ടിയുള്ള ഖരമായ സ്ഥിരതയുള്ള ഭാഗമാണ്. ഗുണങ്ങൾ പ്രധാനമായിട്ടും 5 ഗുണങ്ങളാണുള്ളത്. ഗുരു എന്ന് പറഞ്ഞാൽ ഗുരുത്വമുള്ളത്, ഭാരമുള്ളതാണ്, അതോടൊപ്പം കട്ടിയുള്ളതാണ്, ഉറച്ചതാണ്, സ്ഥിരത ചലനമില്ലാത്തതാണ്, ഉറപ്പുള്ളതാണ്, മന്ദത വേഗം കുറഞ്ഞതാണ്, സ്ഥൂല വികസിച്ചതാണ്, തടിച്ചതാണ്, വലുതായതാണ്. അതിൻ്റെ ഇന്ദ്രിയം എന്ന് പറയുന്നത് മണമാണ്. മണം മൂക്കിലാണ് വന്ന് ഭൂമി തത്വം മൂക്കിൽ വന്നാണ് അവസാനിക്കുന്നത്. അപ്പോൾ ആ മണം ശ്വാസം എടുക്കുമ്പോൾ നമ്മളുടെ മൂലാധാരത്തിലേക്ക് ആണ് നമ്മളുടെ ആ ശ്വാസം വന്ന് അസ്തമിക്കേണ്ടത്. അങ്ങനെയാണ് അത് ആരോഗ്യകരമായ ബ്രീത്തായി മാറുന്നത്. ഭൂമിക്ക് മൂക്കാണ് ജ്ഞാനേന്ദ്രിയം. ഭൂമി തത്വം നൽകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ശരീരത്തിന് ഉറപ്പ് നൽകുന്നു, രൂപവും ഉറപ്പ് നൽകുന്നു. അതോടൊപ്പം അസ്ഥികൾ, എല്ലുകൾ, പല്ലുകൾ, നഖങ്ങൾ, ഏറ്റവും കട്ടിയുള്ള ഭാഗങ്ങൾ, തലയോട്ടി, മാംസം, പേശികൾ, ശരീരത്തിലെ ദശ, ത്വക്ക്, തൊലി, സ്നായുക്കൾ, ഞരമ്പുകൾ, ടെൻഡനുകൾ, രോമം, മുടി, ശരീരത്തിലെ രോമങ്ങൾ, ഇവയെല്ലാം ഭൂമി തത്വത്തിൻ്റെ ബലം കൊണ്ടാണ് നിലനിൽക്കുന്നത്. ശരീരത്തിനൊരു ആകൃതി ഉണ്ടായിരിക്കും. അതുപോലെ ശരീരത്തിലെ എല്ലാ നാഡീഞരമ്പുകളും ആക്ടിവേറ്റ് ആകുന്നത് ഭൂമി തത്വം ഉണരുന്നതോടു കൂടിയിട്ടാണ്. അതായത് അതെല്ലാം ഭൂമി തത്വത്തിൻ്റെ കൺട്രോളിലാണ് നിലനിൽക്കുന്നത്. ശരീരത്തിൻ്റെ ആകാരം, പ്രകൃതി, ശരീരത്തിൻ്റെ ഒരു ഷേപ്പ് എല്ലാം ഭൂമി തത്വത്തിൽ അടങ്ങിയിരിക്കുന്നു. അതുപോലെ നമ്മുടെ എല്ലുകൾ, പല്ലുകൾ, നഖങ്ങൾ എല്ലാം ഭൂമി തത്വം തന്നെയാണ് പ്രകാശിച്ച് നിൽക്കുന്നത്. അതോടൊപ്പം അതിൽ നിന്ന് പിന്തള്ളുന്ന ശിഷ്ടമാണ് മലം. അപ്പോൾ നമ്മളുടെ ശരീരത്തിലെ ഭൂമി തത്വത്തിൻ്റെ പ്രോസസ്സിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഖരമാലിന്യമാണ്, കട്ടിയുള്ള മാലിന്യമാണ് മലമായിട്ട് വിസർജിക്കുന്നത്. അപ്പോൾ അതിന് ധർമ്മമുണ്ട്, അതിൻ്റെ പ്രവൃത്തി. അതായത് ഈ ഭൂമി തത്വത്തിൻ്റെ പ്രവൃത്തി ശരീരത്തിന് ആകൃതി കൊടുക്കുക, താങ്ങി നിർത്തുക. ശരീരത്തിൻ്റെ പുഷ്ടി, വളർച്ച, പോഷണത്തിനും അടിസ്ഥാന ഭൂമി തത്വമാണ്. അത് ശരീരത്തിൻ്റെ വളർച്ച പരിപോഷിപ്പിക്കുന്നതും ഭൂമി തത്വത്തിലൂടെയാണ്. സ്ഥിരത, അതായത് സ്ഥിരത എന്ന് പറഞ്ഞാൽ നമ്മളുടെ ശരീരത്തിനൊരു ബാലൻസ് കൊണ്ട് നിലനിർത്തുന്നത്, ബാലൻസിൽ ശരീരം നിലനിർത്തുന്ന ഭൂമി തത്വം തന്നെയാണ്. അതായത് അതോടൊപ്പം നമ്മുടെ മനസ്സിന് ഉറപ്പ് നൽകുന്നു, അത് ഭൂമി തത്വത്തിനാണ്. ഭൂമി ബലപ്പെട്ടവർക്ക് ഭൂമി തത്വം നല്ല ഭൂമി തത്വം നല്ല സ്ട്രോങ് ആയിട്ടിരിക്കുന്ന ആളുകൾക്കുള്ള പ്രത്യേകത, അവർക്ക് സഹനശക്തി, ക്ഷമ, പ്രായോഗിക ബുദ്ധി ഇവ കൂടുതലായിരിക്കും.
പ്രായോഗിക ക്ഷമത വരുന്നത് പോലും, അല്ലെങ്കിൽ മനസ്സിന് ഉറപ്പ് വരുന്നത്, നമ്മൾ കോൺഫിഡൻ്റ് ആയിരിക്കുന്നത് പോലും, ആശയക്കുഴപ്പത്തിൽ അകപ്പെടാതെ കോൺഫിഡൻ്റ് ആയിരിക്കുന്നത് പോലും, അതുപോലെയൊക്കെ നമുക്ക് എത്രമാത്രം എന്ത് പ്രതിസന്ധി വന്നാലും അതിനൊക്കെ നേരിടാനുള്ള സഹനശക്തി വരുന്നതുമെല്ലാം ഭൂമി തത്വത്തിൻ്റെ ആ പവർ കൊണ്ടാണ്. അപ്പോൾ ഭൂമി തത്വത്തെ മൂക്കുമായിട്ടാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ശ്വാസം ഭൂമി തത്വമായിട്ട് കണക്റ്റ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അത് മൂലാധാര ചക്രം എന്ന് പറയുന്നത് നമ്മുടെ മലദ്വാരത്തിനും ലൈംഗിക അവയവത്തിനും ഇടയിലുള്ള മധ്യ കേന്ദ്രമാണ്. അത് സൂക്ഷ്മത്തിലാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. സൂക്ഷ്മം സ്ഥൂലം എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്ന വസ്തുവാണ് സ്ഥൂലമായിട്ടുള്ളത്, കാണാത്തത് എന്തൊക്കെയാണോ അതിസൂക്ഷ്മമായിട്ടുള്ളതാണ്. അപ്പോൾ മനസ്സ് സൂക്ഷ്മമാണെന്ന് പറഞ്ഞാൽ, സൂക്ഷ്മത്തിലുള്ള വസ്തു കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നതായിട്ടാണ് നമുക്ക് സങ്കല്പിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ മനസ്സ് എപ്രകാരമാണോ സൂക്ഷ്മമായി നിൽക്കുന്നത്, അതുപോലെ തന്നെയാണ് നമ്മുടെ എനർജി ബോഡി സൂക്ഷ്മത്തിലാണ് പ്രകാശിക്കുന്നത്. അപ്പോൾ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നതാണ് ഈ എനർജി ബോഡി. അപ്പോൾ അതിൻ്റെ മൂലാധാരത്തിലിരിക്കുന്ന കേന്ദ്രം, ആ കേന്ദ്രം എങ്ങനെയാണ് സൂര്യൻ ഒരു കേന്ദ്രത്തിൽ നിന്ന് പ്രകാശിച്ച് ലോകമാസകളും പ്രകാശം വിതയ്ക്കുന്നത്, അതുപോലെ നമ്മളുടെ മൂലാധാരത്തിലിരിക്കുന്ന ഭൂമി ഈ അവിടെ നിന്നുള്ള വൈബ്രേഷനുകൾ ശരീരമാസകലം വ്യാപിച്ച് ആ ഭൂമി തത്വത്തെ പ്രകാശിപ്പിച്ച് നിലനിർത്തുന്നു. അങ്ങനെ വേണം അതിനെ മനസ്സിലാക്കാൻ. അതോടൊപ്പം ഇതിൻ്റെ ബാലൻസ് തെറ്റിയാൽ, അതായത് നമ്മളുടെ ഭൂമി തത്വത്തിന് ഉറപ്പില്ലെങ്കിൽ, അതല്ലെങ്കിൽ അത് ഭൂമി തത്വം അൺബാലൻസായി അത് കൂടുതലായാൽ, അത് നമ്മളുടെ നിയന്ത്രണത്തിലല്ല എങ്കിൽ നമുക്ക് അമിതവണ്ണം ഉണ്ടാകും, മടിയുണ്ടാകും, മന്ദതയുണ്ടാകും, അലസതയുണ്ടാകും, മാറ്റങ്ങളെ ഉൾക്കൊള്ളാനാവാത്ത അവസ്ഥയുണ്ടാകും. അതോടൊപ്പം ശരീരത്തിനകത്ത് ഒരുപാട് ട്യൂമറുകൾ സംജാതമാകും. എല്ലാവിധ ട്യൂമറുകളുടെയും അധികരിച്ച അനിയന്ത്രിതമായ ഭൂമി തത്വത്തിൽ നിന്നാണ് എല്ലാവിധ മുഴകളും ഉണ്ടാകുന്നത്. എല്ലാം ഭൂമി തത്വം ബാലൻസ് ഇല്ലാത്തതിൻ്റെ ലക്ഷണമാണ്. കുറഞ്ഞാൽ എല്ലുകൾക്ക് ബലക്ഷയം, ക്ഷീണം, ശരീരം മെലിയുക, അർഷിതാവസ്ഥ, വേരില്ലാത്ത അവസ്ഥ, നമുക്ക് എപ്പോഴും ഒരു ആശയക്കുഴപ്പം, നമുക്കൊരു ബലമില്ലാത്ത അവസ്ഥ, നമുക്കൊരു അൺബാലൻസായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ എപ്പോഴും തോന്നും. ഭൂമി തത്വം ബാലൻസ് ആക്കുന്നതിന് ഇവിടെ പല ഭക്ഷണക്രമങ്ങളും കൊടുത്തിട്ടുണ്ട്. പാല്, നെയ്യ്, ഗോതമ്പ്, മധുരക്കിഴങ്ങുകൾ, നട്ട്സ്, ഭാരമുള്ള വ്യായാമം, ഇവ നമുക്ക് ഭൂമി തത്വം ബാലൻസ് ആക്കുവാൻ അല്ലെങ്കിൽ കൂട്ടുന്നതിന് ഉപകരിക്കും. അതേസമയം കുറയ്ക്കുന്നതിന് ഉപവാസം, ഓട്ടം, ചവർപ്പ്, എരിവ്, പുളി എന്നിങ്ങനെയുള്ള രസഗുണങ്ങളടങ്ങിയ പദാർത്ഥങ്ങൾ കൂടുതൽ കഴിക്കണം. അപ്പോൾ അത് കുറയും. അതായത് നമ്മൾ കൂടുതൽ ജലതത്വം അടങ്ങിയ ഭക്ഷണം കഴിക്കുമ്പോൾ ഭൂമി തത്വം ബാലൻസ് ആവും. അതായത് വണ്ണം കൂടിയ വ്യക്തികൾ കൂടുതലായിട്ട് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസൊക്കെ വേവിക്കാതെ കഴിക്കാൻ തുടങ്ങിയാൽ വണ്ണം ഒരുപാട് കുറയും. അപ്പോൾ വണ്ണത്തെ ഉണ്ടാക്കുന്നത് മാംസമായ, അതായത് ഖരമാലിന്യങ്ങളാണെന്ന് പറഞ്ഞു. ഖരമാലിന്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ പിഴിഞ്ഞാൽ ചാറ് കിട്ടാത്ത എല്ലാ വസ്തുക്കളും ഭൂമി തത്വമാണ്. അതായത് അരി പിഴിഞ്ഞാൽ ചാറ് കിട്ടില്ല, ഗോതമ്പ്, ധാന്യവർഗ്ഗങ്ങൾ, അതുപോലെ ഇപ്പോൾ എല്ലാ മാംസങ്ങളും, എല്ലാ നോൺ വെജിറ്റേറിയൻ ഉൽപ്പന്നങ്ങളും, മത്സ്യവും ഉൾപ്പെടെ ഭൂമി തത്വം അധികമാണ്. അപ്പോൾ ഭാരം കൂടിയ വ്യക്തികൾ ഇത്തരം സാധനങ്ങൾ കുറച്ച് കഴിക്കുകയും ജലതത്വം കൂടുതൽ കഴിക്കുകയും ചെയ്യുമ്പോൾ അവൻ്റെ ശരീരം മെലിയാൻ തുടങ്ങും. അപ്പോൾ ഭൂമി തത്വം അമിതമായ ആളുകൾ ഇത്തരം കാര്യങ്ങളിൽ പിഴിഞ്ഞാൽ ചാറില്ലാത്ത സാധനങ്ങൾ കുറച്ചാണ് കഴിക്കുന്നത്, അതിന് ബാലൻസ് ചെയ്യത്തക്ക രീതിയിൽ. അതോടൊപ്പം നമ്മൾ പ്രാക്ടിക്കൽ സെക്ഷനിലേക്ക് കടക്കുമ്പോൾ അതിന് കൂടുതൽ അതിൽ നമുക്ക് വിശദീകരണങ്ങൾ ലഭിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക, മറ്റുള്ളവരിലേക്കും എത്രയും പെട്ടെന്ന് എത്തിക്കുക. നമ്മളുടെ ഓരോ ശാരീരിക, മാനസിക, ആധ്യാത്മിക വികാസത്തിലേക്കുള്ള ഒരു വഴികാട്ടിയായിട്ട് എൻ്റെ ചാനൽ മാറും എന്നതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. നിങ്ങളെല്ലാവരും അതിൻ്റെ ഭാഗവാക്കാവണം. നന്ദി, നമസ്കാരം.